ഹലോ ഫ്രണ്ട്സ്, തനിയാടൻ കോഴി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കോഴി വളർത്തലായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. നാടൻ കോഴി മാത്രമല്ല, അതായത് നമ്മളെ കേരളത്തിലെ ജനങ്ങൾ 3 രീതിയിലാണ് കോഴി വളർത്തുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കമൻറ്റ് രൂപത്തിലാക്കി കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോയ്ക്കൊക്കെ എല്ലാവരും നല്ല റെസ്പോണ്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ 3 രീതിയിൽ കോഴി വളർത്തുന്നു. ഒന്ന് ഇറച്ചിയുടെ ആവശ്യത്തിന്, ഒന്ന് മുട്ടയുടെ ആവശ്യത്തിന്, പിന്നെ നമ്മളുടെ പാഷൻ്റെ പുറത്ത് വളർത്തുന്നത് അത് നാടൻ കോഴി കിട്ടും മെയിനായിട്ട്. അങ്ങനെ 3 രീതിയിലാണ് നമ്മളെ നാട്ടിൽ കോഴി വളർത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റ്, അതായത് നമ്മളെ ബ്രോയിലർ കോഴിയാണ് നമ്മൾ ഈ ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നത്. ബ്രോയിലർ കോഴിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതിനത്രയൊന്നും അറിയില്ല. ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പം അതായത് കേരളത്തിൽ എന്തായാലും നമുക്ക് ഇറച്ചിയുടെ ആവശ്യങ്ങൾ, ചിക്കൻ്റെ ആവശ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ബ്രോയിലർ കോഴിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അത് ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ്. പക്ഷേ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് നമുക്ക് കുറച്ച് എന്താ പറയുക, ഇറ്റങ്ങൾ ഈ 40 ദിവസം കൊണ്ടാണ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും. അതായത് ഈ കോഴിക്ക് എല്ലിന് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇറച്ചി കഴിച്ചിട്ടുള്ള നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥയും മിനിമം ഒരു 6 മാസമായെങ്കിലും കോഴിനെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ. അത് നമ്മൾ ചണ്ടിക്കോഴിയൊക്കെ ഉണ്ടല്ലേ, മുട്ടക്കോഴി തൊഴിഞ്ഞ് പോയിട്ടുള്ള വൈറ്റ് കോഴികളുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടേൻ്റെ. ആ കോഴിക്ക് 6-7 മാസത്തിന് മേലെ വളർച്ച ഉള്ളത് കൊണ്ട് അവരെ വാങ്ങി കഴിച്ചാൽ ഏറ്റവും നല്ല കേട്ടോ. ഈ വൈറ്റ് ബ്രോയിലർ കോഴിനെ വാങ്ങി കഴിക്കാനായിട്ട് എത്രയോ നല്ലത് ആ കോഴികളെ വാങ്ങി കഴിക്കുന്ന കേട്ടോ. പക്ഷെ ആരും കഴിക്കില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ഈ മുട്ടക്കോഴിയായിട്ട് ആക്സെപ്റ്റ് ആയിപ്പോയി. ഇറച്ചി കനം കുറഞ്ഞ ഇറച്ചിയായിട്ട് ആക്സെപ്റ്റ് ആയിപ്പോയി. എന്ത് തന്നെയാണെങ്കിലും ഷവർമയായാലും മന്തി ആയി കഴിഞ്ഞാലും ബിരിയാണി ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും കോഴിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റു കോഴിനെ നമുക്ക് ലാർജ് സ്കെയിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ആ കോഴിനെ മാത്രം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞ മാതിരി അവർ വൈറ്റിന് അങ്ങനെ വാങ്ങാറില്ല. ഇവർ അല്ലാത്ത കോഴിനെ ഏതെങ്കിലും വീടുകളിലൊക്കെ പോയിട്ട് ഒരു ഞായറാഴ്ച ദിവസം പോയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കഴിക്കുക, അങ്ങനെ ചെയ്യാം. മറ്റേ കഴിക്കൂല എന്നല്ല പറഞ്ഞത്, ഇവർ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ കഴിക്കലുണ്ട്. നമ്മളെ വീട്ടിലെ കോഴിനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കല്ലേ. അപ്പോൾ ഇതിനൊക്കെയാണല്ലോ കോഴി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം പ്രശ്നമാണ് ഈ വളർത്തുന്ന കോഴിനെ ആരും കഴിക്കില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു മണ്ടത്തരമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. നല്ല കോഴിയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാക്കുന്നത്. അതിനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആരോഗ്യം നമുക്ക് കിട്ടും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് പ്രായമാണ്. അവർ സ്റ്റാർട്ടർ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഇവരെ എന്താ പറയുക, ഞാൻ കുറച്ച് ഒരു 8-10 വർഷം മുമ്പ് ഞാനും പറഞ്ഞ ഒരു 19 വളർത്തിരിക്കും. അത്യാവശ്യം തിരക്കില്ലാത്തൊരു കുറഞ്ഞ ലാഭം കിട്ടീനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു 50 എന്നുള്ളൊരു 5000 ഉണ്ടെങ്കിൽ ഇരട്ടി പൈസ ലാഭം കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് കളിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല പരിപാടിയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ സ്ഥിരം വളർത്തുന്നവരുണ്ട്, ചില ആൾക്കാർ സീസണിൽ വളർത്തുന്നവരുണ്ട്. അവർക്ക് നല്ല ലാഭം കിട്ടലുണ്ട്. ക്രിസ്മസ്, പെരുന്നാൾ, ഓണം, വിഷു ഈ സമയങ്ങളൊക്കെ കണക്കാക്കി വളർത്തുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും. ഈ സമയത്തൊക്കെ ഈ ഇറച്ചിക്ക് വില കൂടുന്ന സമയമാണ്. അപ്പോൾ ഇവരില്ലാതെ എന്താ പറയുക, കേരളത്തിൽ ഇറച്ചിയുടെ കാര്യത്തിൽ എന്താ പറയുക, ഈ വളരെ എണ്ണം കുറഞ്ഞു പോകും ഇവരില്ലെങ്കിൽ. അപ്പോൾ അത് വളർത്തുമ്പോൾ അതിൻ്റേതായ ലാഭങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ വരെ നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊരു മെയിൻ ബിസിനസ്സായിട്ട് ഒരുപാട് ആൾക്കാർ നടത്തുന്നുമുണ്ട്. പിന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോഴി വളർത്തുന്നതാണ്. പിന്നെ ഈ അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്തലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സർക്കാർ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5 കോഴി 6 കോഴിയൊക്കെ വളർത്തുന്നുണ്ട്. അതിനകത്ത് സ്ഥിരം മുട്ട കിട്ടുന്നവരുണ്ട്. അപ്പോൾ അയാൾക്ക് മരുന്നോ കാര്യങ്ങളൊന്നും കൊടുക്കുകയൊന്നുമില്ല. എന്താ പറയുക, ചില സമയത്ത് ഇവർ അയച്ചിട്ട് ഈ അടുക്കള വേസ്റ്റ് തന്നെ കൊടുക്കുക, പുറത്തു കൂടെയൊക്കെ പോയി കറങ്ങി തിന്നും. ഒരു 5 കോഴിക്കൊക്കെ നിന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. പിന്നെ ചെറിയ തോതിൽ ഒരു ഗ്രോവറോ മുട്ടത്തീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെയിലി മുട്ട ഇടും. നേരെ മറിച്ച് ഈ സ്ഥാനത്ത് 5 എന്നുള്ള 50-100 കോഴിയാകുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പം ഈ റിസ്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പണിക്ക് അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ നാടൻ കോഴിക്ക് ബദലായിട്ട് നമ്മളെ മുട്ടക്കോഴി വളർത്തുമ്പോൾ മുട്ടക്കോഴിയിൽ മെയിൻ വളർത്തുമ്പോൾ മുട്ടയുടെ ആവശ്യം കണക്കാക്കിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. വീട്ടിലത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡെയിലി 1-2 മുട്ട കൊടുക്കേണ്ടിയിട്ട് നമ്മൾ 4-5 കോഴിനെ വളർത്തുന്നത്. വലിയ രാജ് സ്കെയിലിൽ മുട്ടക്കോഴി വളർത്തുമ്പോൾ ഈ മുട്ടയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ സെയിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് 10 രൂപ 12 രൂപയ്ക്കാണ് അവൻ വിൽക്കുന്നത് പറഞ്ഞപ്പോൾ ഇവിടെ 8 രൂപയാണെന്നുള്ളത്. അത് കടയിൽ കൊടുക്കുന്നവർക്ക് 8 രൂപയായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളർത്തിയിട്ട് മുട്ട തികയാത്ത അവസ്ഥയാണ്. 50 കോഴി ഉണ്ടായിട്ട് 45 പിടക്കോയിട്ടുണ്ടോ, ബാക്കി പൂവന്മാർ 5. അപ്പോൾ മുട്ട തികയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ളവർ തന്നെ വാങ്ങിക്കുമോ 10 രൂപയ്ക്ക്. അപ്പോൾ നല്ല ലാഭം കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഓനൊരു 38ഓളം മുട്ട വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 38 മുട്ട 10 വിറ്റാൽ 350 റുപ്യാണ്. അപ്പോൾ ഒരു ദിവസം തീറ്റ ചിലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപേൻ്റെ അടുത്ത് ചിലവ് വരുന്നുള്ളൂ. 100 ഉണ്ടായാലേ ചോടേ വരുന്നുള്ളൂ.
ഈ പറഞ്ഞമാതിരി ഫുഡ് കൊടുക്കുന്നത്. ഇവൻ മുട്ടത്തീറ്റ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡിൽ ഈ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ മുട്ടത്തീറ്റ തന്നെ കൊടുക്കുമ്പോൾ നല്ല ചിലവയ്ക്കും നമുക്ക്. നേരെ മറിച്ച് ഇതിനകത്തേക്ക് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയതും ചോറ് വേസ്റ്റും തവിടും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പം ഈ എന്താ പറയുക പ്രോഫിറ്റ് നമുക്ക് കൂടുക ചെയ്യുക. ഇപ്പോൾ അത് തീറ്റേൻ്റെ അളവ് കുറയും. ഈ തീറ്റയ്ക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണ്. അപ്പോൾ ഇതുപോലത്തെ ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമുക്ക് തീറ്റച്ചെലവ് കൺട്രോൾ ആവുകയും ചെയ്യും, പ്രോഫിറ്റ് അത്യാവശ്യം ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റായിട്ട് അറിഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതാണ് മെയിൻ. അപ്പോൾ അവനങ്ങനെയാണ് നിർത്തിപ്പോണ്ടേ. കുറേ ആൾക്കാർ ചോദിച്ചു ഇതിങ്ങനെ മുതലാവാനാന്നുള്ളത്. അവൻ നല്ലോണം മുതലാവുന്നുണ്ട്, അതാ പറഞ്ഞത്. അപ്പോൾ 350 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 380 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് 38 മുട്ട കേട്ടോ, ചിലപ്പോൾ 40-42 വരെ പോകും. ഓട്ടെ, ഒരു ദിവസം 400 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അവൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ടും അവന് 400 രൂപേൻ്റെ അടുത്ത് ഒരു ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 400 കിട്ടി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കിട്ടുമ്പോൾ എത്രയായി? 12,000 രൂപയാണ് അവന് കോഴി വളർത്തുന്നത് കിട്ടുന്നത്. ഒരു മാസം കൊണ്ട് ഒരു ചാക്ക് തീറ്റൻ്റെ ഒക്കെ ആവശ്യമേ വരുന്നുള്ളൂ. ഒരു ചാക്കിന് 2,000 രൂപ കണ്ടൊക്കെ വരുന്നുള്ളൂ. എന്നാലും പോട്ടെ, ഒരു 7,000-8,000 രൂപ അവന് ലാഭം കിട്ടുന്നുണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീറ്റച്ചെലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് അവന് ഈ ലാഭം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ സ്ഥല സൗകര്യം ഇല്ലാത്തവരാണ് ഒരുപാട് ആൾക്കാർ. ഈ സ്ഥല സൗകര്യമുള്ള ആൾക്കാർ എങ്ങനെ കോഴി വളർത്തുന്നുള്ളത്? സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ ലാർജ് സ്കെയിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ അവനാൻ തന്നെ ചെയ്യാം. പിന്നെ അവനാനൊരു ആഗ്രഹത്തിന് വളർത്തുകയെന്നുണ്ടെങ്കിൽ 10 എണ്ണത്തിന് ടെറസിൻ്റെ മുകളിൽ വളർത്തുക, അല്ലെങ്കിൽ ചെറിയ സ്ഥലമുണ്ടെങ്കിൽ ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് വളർത്തുക. പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇവർക്ക് പറഞ്ഞില്ല, ഇവർക്ക് ഫൈബർ, നാടനായാലും ഏത് കോയിലും ഇവർക്ക് ഫൈബർ വേണം, വിറ്റാമിൻസ് വേണം, പിന്നെ കുറച്ച് മരുന്നും കാര്യങ്ങളും മതി. അതാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കോയിനെ സുഖമായിട്ട് വളർത്താൻ പറ്റും. പിന്നെ വെച്ചാൽ നല്ല വാക്സിനേഷനൊക്കെ ചെയ്ത കുഞ്ഞുങ്ങളെ തന്നെ എടുത്ത് വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. നാടൻ കോഴിനെ കൂടെ ഇട്ട് വളർത്തുകയാണെങ്കിൽ അതും പണി കിട്ടും. ഇവരെ സെപ്പറേറ്റ് തന്നെ വളർത്തുകയാണ് ഏറ്റവും നല്ല കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് പണി കിട്ടിയിട്ടുള്ള. അപ്പം ഇതാണ് ഈ മുട്ടക്കോയിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ 8 രൂപയ്ക്ക് ഇപ്പോൾ കടയിൽ മുട്ടക്കോയിൻ്റെ മുട്ട കൊടുക്കുന്നവർക്ക് ലാഭമാവില്ലെന്ന് പറയുകയാണെങ്കിൽ 8 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പുറത്ത് നമ്മൾ തീറ്റച്ചെലവ് കുറയ്ക്കണം, പക്ഷേ പ്രൊഡക്ഷൻ കുറയരുത്. മുട്ടയുടെ എണ്ണം കുറയാതെ ഇപ്പുറത്ത് തീറ്റച്ചെലവ് കുറച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആദ്യം ചിന്തിക്കുക, അതനുസരിച്ച് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് നമ്മളടുത്ത് കോയിന് വാങ്ങിയിട്ടുണ്ടോ, അത് നാടൻ കോഴിയാണ്. അത് ഞാൻ നാടൻ കോഴിൻ്റെ ഇതിൽ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് എന്താ പറയുക, നമുക്ക് ഈ വാഴപ്പിണ്ടി കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല. അവരുടെ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ, ചുറ്റുവട്ടത്ത് വാഴ ഉണ്ടെങ്കിലൊക്കെ പോയി വെട്ടിക്കൊണ്ടുവരിക. പുല്ലൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ മഴ സീസണാണ്, ഇഷ്ടംപോലെ കിട്ടും. ഇതൊക്കെ അരിഞ്ഞ് കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഴിച്ചോളും. അവർക്ക് വേണ്ടത് അതിനകത്തു നിന്നാണ് കിട്ടേണ്ടതൊക്കെ. പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിളല്ല, നമുക്ക് ചക്ക, പഴം, ചെറുപഴങ്ങൾ, മൈസൂർ പഴം ഏറ്റവും നല്ലത്, ചെറുപഴം, വത്തക്ക, പിന്നെ പപ്പായ, ഈ സാധനങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് എന്നും ഒന്നരാടൊന്നരാടെ ഈ വിറ്റാമിൻസിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇത് കൊടുത്താൽ മതി. പിന്നെ അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ കുറച്ച് മരുന്ന് കരുതുക. കുരയ്ക്കൊക്കെ വേണ്ടിയുള്ള സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മരുന്ന് കിട്ടും, യാതൊരു പ്രശ്നമില്ല. പിന്നെ വിറ്റാമിൻസിൻ്റെ അഭാവം വരുമ്പോഴാണ് ഈ കോഴികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറയാതിരിക്കാൻ നോക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് മുട്ടക്കോഴി വളർത്തുന്നതിൽ നമുക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുവിധം കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ. പിന്നെ നമ്മളെ മെയിൻ പരിപാടി നാടൻ കോഴിയിലേക്ക് വരികയാണെങ്കിൽ, നാടൻ കോഴിക്ക് ഇത്രയും യാതൊരു ചിലവുമില്ല. അതാണ് മെയിൻ. ഒന്നാമത്തെ കാര്യം തന്നെ 150 മുതൽ 165 ഗ്രാം വരെ തീറ്റ മതി നാടൻ കോഴിക്ക് ഒരു ദിവസം. അതാണ് നാടൻ കോഴിനെ കണക്ക്. അതിലേറെ വേണ്ട, വെറുതെയാണ്, വേസ്റ്റായി പോവുക ചെയ്യുക. അപ്പം തന്നെ ആലോചിച്ചാൽ പറ്റൂലേ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാടൻ കോഴി വളർത്തുന്ന ഒരുപാട് ആൾക്കാർ പാഷൻ്റെ പുറത്ത് വളർത്തുന്നവരായിട്ടുള്ളത്. തനത് നമ്മളെ ബ്രീഡിനെ ഇവിടുന്ന് ഒഴിവായി പോകാതെക്കാൻ വേണ്ടിയിട്ടും. അത് കാണാൻ നല്ല ഭംഗിയാണല്ലോ നമ്മളെ നാടൻ കോഴിനെ, ഒതുങ്ങി നല്ല വാലൊക്കെ ആയിട്ട് കിട്ടുക്കാച്ചി നാടനേക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാടൻ കോഴികളുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര കൗതുകത്തിൽ നമ്മൾ വളർത്തുകയും ചെയ്യും. അപ്പം ഇപ്പം തന്നെ നാടൻ കോഴിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളുണ്ട് നാടൻ കോഴിക്ക്. അപ്പം നമ്മൾ വളർത്തിയാൽ തന്നെ എന്താ പറയുക, നമ്മളെ വളർത്തുന്ന രീതിയിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് നമുക്കിതിന് എണ്ണം കൂട്ടാൻ പറ്റാത്തത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ 4-5 എണ്ണത്തിന് വളർത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ ഒരു അയച്ചു വിടും. കോഴി അതിലൊക്കെ പോയി വൈകുന്നേരമായി വരുമ്പോഴത്തേക്ക് 10 ഉള്ള കുഞ്ഞ് 8 ആവും, പിന്നെ 7, 5, ലാസ്റ്റ് വളർന്നു വരുമ്പോൾ 1-2 ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ പൂവന്മാരായാൽ കഴിഞ്ഞ് പിന്നെ അടുത്ത 3-4 മാസം വെയിറ്റ് ചെയ്തിട്ട് തള്ളക്കോഴി മുട്ടയിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ആവണം. പിന്നെ കൂട്ടിട്ട് വളർത്തുമ്പോൾ നമ്മൾ സാധാ അരിയും ഗോതമ്പ് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് വളരൂല, കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുള്ളൂ. അപ്പോൾ ഇവർ പുറത്തുനിന്ന് എടുക്കുന്ന സാധനം എന്താണോ അത്, അതായത് അയച്ചു വിടുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ എന്താണോ അത് നമ്മൾ കൂട്ടിലെത്തിച്ച് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ബദലായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതായത് ഞാനൊക്കെ സ്റ്റാർട്ടർ കൊടുക്കാന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് 5 ദിവസം വരെ കറക്റ്റ് സ്റ്റാർട്ടർ കൊടുക്കും. അതിന് ശേഷം നമ്മൾ പുല്ല് ഉൾപ്പെടുത്തും. ഈ പുല്ല് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒറ്റയടിക്ക് പുല്ല് ഉൾപ്പെടുത്തല്ലേ ചെയ്യാം. ഈ ഫൈബർ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ് ഡൈജഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്.
അപ്പം ഈ പുല്ല് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പുല്ല് അരിഞ്ഞിട്ട് നമ്മൾ തീറ്റേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കും കുറഞ്ഞ തോതിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾ തള്ളക്കോഴി ഇതേ രീതി വളർന്നതാണെങ്കിൽ തള്ളക്കോഴി പുല്ലിനാകുമ്പോൾ കുഞ്ഞുങ്ങൾ തിന്ന് നോക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു 3 ദിവസം കൊടുക്കുക. അങ്ങനെ 3 ദിവസം കൊടുത്തതിന് ശേഷം തൊട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ തീറ്റ പാത്രത്തിൽ വേണ്ട ആവശ്യമില്ല. 3 നേരം കൊടുത്താൽ രാവിലെ ഉച്ച വൈകുന്നേരം 2 പിടുത്തം വീതം 10-12 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു പിടുത്തം ഇങ്ങനെ 2 പിടുത്തം കൊടുത്തു കഴിഞ്ഞാൽ മതി, അവർക്കത് മതി. പിന്നെ അത്യാവശ്യം ഫുൾ ടൈം വെള്ളവും വേണം. അതായത് രാവിലത്തെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് എന്ത് ചെയ്യാറ് ഈ പുല്ല് മാത്രം അരിഞ്ഞിട്ട് കൊടുക്കുക, വേറൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇവരത് തിന്ന് തള്ളക്കോഴി കൊത്തി കഴിക്കുന്നുണ്ട്, ഒരു കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും തിന്നു. അപ്പോൾ ഇവർക്ക് തിന്നാനുള്ളതെന്ന് ഇവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ അവരോട് അത് കഴിച്ചോളൂ. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. ഒരു നേരം പുല്ല് കൊടുക്കുക. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് ഈ പൊതിർത്തിയ അരിയും ഈ സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. സമാസമം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഗോതമ്പ് നുറുക്കും കൂടെ മിക്സ് ചെയ്യുക. പൊതിർത്തിയതാട്ടം വേണ്ടത്. ഗോതമ്പ് നുറുക്കായാലും അരിയായാലും പൊതിർത്തി തന്നെ കൊടുക്കണം, എന്നാലേ ദഹിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നെഞ്ചത്ത് കെട്ടിയിട്ട് ചത്തുവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ദഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ലിക്സം പൗഡർ പോലത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പോൾ അതിന് മെനക്കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതികൾ കൊടുക്കുന്നത്. അങ്ങനെ 15 ദിവസം ആകുമ്പോഴത്തേക്കും തരിക അരിയും ഗോതമ്പും പൊതിർത്തിയതും സ്റ്റാർട്ടറിൻ്റെ അളവ് കുറയ്ക്കണം. അതായത് ഈ അരി കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടറിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ എന്നാലും നേച്ചർ ഫുഡിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് തീറ്റ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികളെ പ്രശ്നം വെച്ചാൽ ഉരുണ്ട് വരും, പൂവും താടിയും വലിപ്പം കൂടും, ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷേ ആൾക്കാർ എനിക്ക് നാടൻ കോഴിയല്ലാന്ന്. പക്ഷേ ഇവർക്ക് ശരീരത്തിന് ഉരുണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് ഈ എന്താ പറയുക ഈ പാക്കറ്റ് ഫുഡ് കഴിക്കുമ്പോൾ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴിക്ക് അങ്ങനെ ഇന്ത്യയിലെ ഒരു കോഴി ഞാൻ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ പൂവിന് കുറച്ച് നീളക്കോലായിട്ട് ഇത് ക്രോസ് കോഴിയാണെന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അംഗീകരിച്ച കോഴി തലശ്ശേരി നാടനാണ്. ഈ തലശ്ശേരി നാടൻ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവനായാലും പേടയായി കഴിഞ്ഞാലും താടിയും പൂവും നല്ലോണം ഉള്ളതാണ് ഈ തലശ്ശേരി നാടൻ. ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് തലശ്ശേരി നാടൻ അറിയാൻ പറ്റും. അപ്പം അല്ലാത്തത് ക്രോസ് കോഴിയാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പാക്കറ്റ് ഫുഡ് തന്നെ കൊടുത്ത് വളർന്ന കോഴിയാണെങ്കിൽ ഉരുണ്ട് പോകാണ് ഏറ്റവും പ്രശ്നം. പിന്നെ എന്താണ് തലമുറയൊക്കെ അങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് കൊടുക്കണം, ചെറിയ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡ് ഞാൻ പറഞ്ഞില്ലേ, വാഴപ്പിണ്ടി എന്തായാലും കൊടുക്കണം. വാഴപ്പിണ്ടിയും പുല്ലും വർഗ്ഗങ്ങൾ എന്തായാലും ഒരു നേരം ഫുഡിൽ ഉൾപ്പെടുത്തണം. ഈ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ എന്തെങ്കിലും പപ്പായോ വത്തക്കയോ പഴമോ ഇതെന്തെങ്കിലും ഒരു നേരം ഉൾപ്പെടുത്തണം. പിന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ നാടൻ കോഴി വളർത്തുന്നവർ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനാണ് പ്രശ്നം. ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട് കോഴി ഒരാഴ്ചയായി കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ ചത്തു പോവുക എന്താണെന്നറിയില്ലാണ്. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഈ നാടൻ കോഴിയിൽ ഏറ്റവും വലിയ ഈ എണ്ണം കൂടാത്തതിൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അറിയില്ല. പുറത്ത് വിട്ടാൽ വളരും വിചാരിച്ചിട്ട് ഇതാകും. പക്ഷേ ഇതിനെപ്പറ്റി അത്യാവശ്യം അറിയുന്ന ഒരാൾക്കാർക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെ വളർത്തിയെടുക്കുകയാണെന്നുള്ളത്. അവർ അത്യാവശ്യം നല്ലോണം ക്യാഷും കാര്യങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി എണ്ണം ചാവാതെക്കാൻ നമ്മൾ നോക്കേണ്ടത്. 10-12 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 12-13 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 10 എണ്ണം കണക്കാക്കാൻ പറ്റും. 10 ഉണ്ടെങ്കിൽ 7 എണ്ണത്തിനെ കണക്കാൻ പറ്റുള്ളൂ. മോർട്ടാലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെല്ലാവരും എന്താ പറയുക ചടയ്ക്കാൻ നിൽക്കരുത്. കോഴി വളർത്തൽ ചാവും, അത് ഉറപ്പാണ്. മോർട്ടാലിറ്റി ഇതിൽ ഉള്ള ഒരു മെയിൻ കാര്യമാണ്. നിലവിൽ കിട്ടുന്ന എത്രയാണോ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും നോക്കുക. പിന്നെ സീസൺ അനുസരിച്ചാണ്. മഞ്ഞ് സീസൺ ആണെങ്കിൽ വളരെ എണ്ണം കുറയും. 10 എണ്ണത്തിൽ 6 എണ്ണമൊക്കെ കിട്ടുള്ളൂ, 5 എണ്ണമൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് വളർത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ആ തീറ്റയും കാര്യങ്ങളും അതുപോലെ ഈ സീസൺ അറിഞ്ഞിരിക്കണം. ഒരു വെയിലും ഒരു മഴ അറിഞ്ഞിരിക്കണം. എന്നാൽ ഏതൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ മാസത്തിൽ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിഞ്ഞിരുന്നാൽ ഒരു പ്രശ്നമില്ല. അമ്മ അതിനനുസരിച്ച് കോഴിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഏറ്റവും എൻ്റെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ചാവാതെ എടുക്കാനുള്ള വഴി നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നാടൻ കോഴിനെ ഒറ്റയടിക്ക് എണ്ണം കൂട്ടിക്കൊണ്ടുവരരുത് ഒരിക്കലും. നാടൻ കോഴി വളർത്തുക കഴിഞ്ഞാൽ ഒരു 10-15 പിടക്കോയിനെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുറേ എണ്ണത്തിനെ വാങ്ങി കൂട്ടിയിട്ട് ഇതാക്കാൻ നിൽക്കരുത്. ഈ നാടൻ കോഴിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ ജില്ലയിലും ഓരോ കാലാവസ്ഥയായിരിക്കും. പോട്ടെ, ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയല്ലേ. വയനാട്ടിലത്തെ കോഴി കോഴിക്കോടോ കണ്ണൂരോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ക്വാറൻറ്റൈനിൽ വെക്കണം. നമ്മുടെ അടുത്ത് ഒരു 10 കോഴിയുണ്ട്, പുറത്തൊരു കോഴിനെ കൊണ്ടുവന്ന് ഒറ്റയടിക്കാൻ ആ കൂട്ടത്തിലിടാൻ നിൽക്കരുത്. ഒരാഴ്ചയെങ്കിലും മാറ്റിയിട്ടിട്ട് വേണം ഇതിൻ്റെ കൂട്ടത്തിലിടാൻ. ഇവിടെ ആയിട്ട് മിങ്കിളായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾക്ക് വന്നു കഴിഞ്ഞാലും ഒക്കെ ചത്തു പോകാൻ ചാൻസ് ഉള്ളൂ. അതാണ് കോഴിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ കോഴിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തായാലും പശു ഇടയ്ക്കും വർഷത്തിൽ 1-2 കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുള്ളൂ. നേരെ മറിച്ച് കോഴിയാണെങ്കിൽ ഒരു കോഴി എടുക്കുകയാണെങ്കിൽ തന്നെ 15 മുട്ടട്ട 15 കുഞ്ഞുങ്ങളെ കിട്ടുക. അങ്ങനെ 5 കോഴി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു 10-60 കോഴിക്ക് മേലെ കിട്ടും. അതായത് ഒറ്റ ഇതിൽ തന്നെ കേട്ടോ. അപ്പോൾ 5 കോഴി എന്നുള്ളത് 60 കോഴിനാക്കാൻ പറ്റും ഒറ്റയടിക്ക്. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം. അതാണ് കോഴീൻ്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അത് 6 മാസം വേണ്ട.
6 മാസം എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ മുട്ടടും. 6 എന്നുള്ളതിൻ്റെ ഇരട്ടിയാവും. അതാണ് ഏറ്റവും വലിയ നാടൻ കോഴിനെ ഏറ്റവും വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ മെച്ചം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 30 എണ്ണെങ്കിലും മിനിമം വേണം. എന്നാലേ കടക്കോഴി ഉണ്ടെങ്കിൽ നമുക്ക് മാസം വരുമാനം കിട്ടും. അതാണ് മാസം തരക്കേടില്ലാത്തൊരു വരുമാനത്തിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കുറേ ആൾക്കാർ കാണലില്ല. ഈ ഇപ്പം നേരം ഉണ്ട് ഒരു ചേച്ചി പുള്ളിക്കോയിനെ തന്നെ വളർത്തുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോയിനെ വളർത്തുന്നത് ഇപ്പോൾ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 2-3 ആൾക്കാർ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അവരെപ്പറ്റി ആർക്കും അറിയില്ലായിരുന്നു ആദ്യം. അപ്പോൾ ആൾക്കാർക്ക് അറിയാം അങ്ങനെ വളർത്തുന്നുള്ള, പക്ഷേ ആരും വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും അറിഞ്ഞ് ഇങ്ങനെ വളർത്തുന്നത്. അപ്പോൾ ഒരുപാട് കച്ചവടങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ലോണം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുക. പിന്നെ നെഗറ്റീവ് പറഞ്ഞു വരുന്നതാണ് തോന്നിയ ആൾക്കാർ. അതായത് ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇതിനെ വളർത്താതെ എന്തെങ്കിലുമൊക്കെ കാട്ടി വളർത്തിയിട്ട് നഷ്ടം സംഭവിച്ചിട്ട് ഇത് ഭയങ്കര നഷ്ടമാണ് പറയുന്ന പോലെയുള്ളത്. എനിക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത ലാഭം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സീരിയസ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു 10 കോഴികൾ ഇപ്പോൾ വിരിഞ്ഞിരുന്നു. 10, അതായത് അതിൻ്റെ കണക്കടക്കി പറയണമെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 കോഴിക്ക് 120ഓളം കുഞ്ഞുങ്ങളുണ്ടായി. ആ 120ഓളം കുഞ്ഞുങ്ങളെ ഞാൻ ഒരു കോഴിന് 100 രൂപ തോതിലാണ് വിറ്റത്. 120 കുഞ്ഞുങ്ങളുടെ ഏറ്റവും 120 എണ്ണം ചത്തു പോയിട്ടില്ലെങ്കിൽ. ഞാൻ വലിയ കോഴി വളർത്തുകാരനായതുകൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഞാൻ കുറേ ഇപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ രീതി നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. 120 കോഴിക്കുഞ്ഞുങ്ങളെ എനിക്ക് ചാവാതെ കിട്ടി. അതായത് 120 കോഴിക്കുഞ്ഞുങ്ങളല്ല ഉള്ളത്, അതിനേക്കാളും തോനുണ്ടായിരുന്നു. പക്ഷേ മുട്ടയിൽ തന്നെ കുറച്ച് ചത്തുപോയി. പിന്നെ വിരിഞ്ഞ പിറ്റേന്ന് തന്നെ ചത്തുപോയി. ഈ ലാസ്റ്റ് വിരിയുന്നവർക്കുള്ള പ്രശ്നമാണ്. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി, ഞാൻ ചത്തുപോയി. പക്ഷേ ഞാനൊരു 120ഓളം 10 കോഴിനെ അട വെച്ചിട്ട് 120ഓളം കുഞ്ഞുങ്ങളെ ഞാൻ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വിറ്റ്. കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് ഞാൻ വിറ്റ്. അപ്പോൾ ഒരു കോഴിക്ക് 100 രൂപ വെച്ചിട്ട് കുട്ടി 100 രൂപ വെച്ചാണ് ഞാൻ വിറ്റത്. അങ്ങനെ കൂട്ടിയാൽ തന്നെ അത്യാവശ്യം പൈസ ആയില്ലേ. എനിക്ക് തീറ്റ ചിലവ് അത്രയൊന്നുമില്ല. അതിനകത്ത് ഇപ്പോൾ ഒരു 2000 രൂപ പോലിക്ക് തീറ്റ ആയിട്ടില്ല. അത്രത്തോളക്ക് വന്നിട്ടില്ല. അതാണ് അതിൻ്റെ രീതി. അതിൻ്റെ രീതി വളർത്തുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. അതാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കോഴി സെറ്റായി വരുന്നുള്ളൂ. എനിക്ക് 30ഓളം കോഴി ഇപ്പോൾ കയ്യിലില്ല. അതിൻ്റെ താഴെ കോഴിയേ ഉള്ളൂ. ഒരു 30+ കോഴികൾ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ 30+ കോഴികളാവും. അപ്പോൾ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റേതായ രീതിയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭം കിട്ടും. ഇപ്പോൾ പറഞ്ഞ കണക്കിൽ ജസ്റ്റ് ആൾക്കാരൊന്ന് കൂട്ടി നോക്കി എത്രത്തോളം വരുമാനം പൈസ കിട്ടുന്നുണ്ടെന്നല്ല ഒറ്റ സീസണിൽ എത്ര കോഴിനെ വളർത്തിയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ രീതിയിൽ വളർത്താൻ പഠിക്കണം. മനസ്സിലായില്ലേ? ഈ റൊട്ടേഷൻ ചാർട്ട് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതായത് 10 കോഴി ഉണ്ടെങ്കിൽ ഒറ്റ സീസണിൽ 15 കോഴി ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഒന്നിച്ച് മുട്ടിട്ട് ഒന്നിച്ച് ആയി കഴിഞ്ഞ് ഒന്നിച്ച് മക്കളെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു 5 കോഴിനെ ആദ്യം ഇടം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമോ 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 5 കോഴി. അത് കഴിഞ്ഞ് 10 ദിവസമോ 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കോഴി. ഒരു 45 ദിവസത്തിനുള്ളിൽ 3 തവണയായിട്ട് ഒരട വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്തവരാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ മാസത്തെ ഗ്യാപ്പ് കിട്ടും. ഒരു 15-20 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. അങ്ങനെ വളർത്തുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും, ഈ 3ാമത്തെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊടുക്കാനാകുമ്പോഴത്തേക്കും ഫസ്റ്റുള്ള തള്ളക്കോഴികൾ മുട്ടയിടാനാവും. ഫസ്റ്റ് 5 കോഴി. അപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങി അടുത്താകുമ്പോഴത്തേക്കും അതിൻ്റെ സെക്കൻഡ് ബാച്ചുള്ളവരാവും. അപ്പോഴത്തേക്ക് തേർഡ് ബാച്ചുള്ളവർ മുട്ടയിടാനാവും. അങ്ങനെയാണ് റൊട്ടേഷൻ രീതി വളർത്തുക. അതിനെ കുറച്ച് റിപ്പോർട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാസം വരുമാനം എടുക്കാൻ പറ്റും. തരക്കേടില്ലാത്തൊരു വരുമാനം കേട്ടോ. കുറഞ്ഞ കോഴിയിൽ നിന്ന് 10-15 കോഴിൻ്റെ കഥയിൽ നിന്ന് തന്നെ. അപ്പം ഒരു 50+ കോഴി ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാകണം. പിന്നെ സീസൺ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഒരു മഴ ഒരു വേനൽ സീസണാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇവരെന്നെയാണ് എല്ലാവർക്കും വില്ലനാകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ വളർത്തി ഒരു 10 ദിവസം ആവുന്നതിന് മുന്നേ തന്നെ 7 ദിവസം കഴിയുമ്പോൾ തന്നെ തുടങ്ങും ഞാൻ നമ്മളെ കഷായം കൊടുക്കാൻ. ഒരു 5 ദിവസം 6 ദിവസം ഗ്യാപ്പിലോ അല്ലെങ്കിൽ 3 ദിവസം ഗ്യാപ്പിലോ കൊടുക്കും. മഞ്ഞുകാലമാകുമ്പോൾ അടുപ്പിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാ മാസവും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതാത് മാസം എന്തൊക്കെ ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാടൻ കോഴിയുടെ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴികൾക്ക് ഈ അമോണിയ പ്രശ്നം വരും. നമ്മളെ ഗ്രൂപ്പിലും യൂട്യൂബിലൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ കോഴികൾക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നത്. നോക്കുമ്പോൾ കൂട് ഭയങ്കര വൃത്തികേടായി കിടക്കുകയായിരിക്കും. ഈ കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമോണിയ വരെ കാഷ്ടത്തിലുള്ളതുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ വളർച്ച മുരടിക്കുക. അത് ഒന്നാമത്തെ പ്രശ്നം. കോഴിക്കുഞ്ഞുങ്ങൾ വളരൂല. ഈ അമോണിയ കഴിച്ചാലും വളരൂല. എന്താ വെച്ചാൽ രാത്രി ചിലപ്പോൾ കോഴികൾ കാഷ്ടിക്കുമ്പോൾ
ചിലപ്പോൾ ദഹിക്കാത്ത ഗോതമ്പ് കയ്യിലുണ്ടാവും. അത് നേരം എടുത്തത് കാണുമ്പോൾ ഇവരെ കൊത്തി കഴിക്കും. അതാണ് ഇവരെ പ്രശ്നം. അപ്പോൾ ഈ അമോണിയ കലർന്നതായതുകൊണ്ട് കോഴിക്ക് വളർച്ച കിട്ടൂല, മുട്ട ഇടുന്നത് കുറയും. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കോഴിക്ക് അത്യാവശ്യം ഹൈറ്റുള്ളൊരു കൂടുണ്ടാക്കാൻ ശ്രമിക്കുക. ചെറിയ കൂടാണെങ്കിലും 20 ഇഞ്ച് ഹൈറ്റുള്ള കൂടാണെങ്കിലും കമ്പ് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടി നെറ്റാക്കുക. അടി നെറ്റാക്കിയിട്ട് കമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നോളും കോഴികൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഴികൾക്ക് വാർക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അമോണിയ പ്രശ്നം വരില്ല. ഈ അമോണിയൻ്റെ സ്മെല്ലുണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ലെങ്കിൽ കോഴികൾ നല്ല നൈസായിട്ട് വളരുകയും ചെയ്യും. എന്താ പറയുക, കോഴികളെപ്പോൾ ഒരു മൂകമായ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആക്റ്റീവ് കോഴികളായിരിക്കും. അതാണ് മെയിനായിട്ട്. അപ്പോൾ കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെറ്റപ്പ് കൂട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക, തിരക്കുകളില്ലാത്തൊരു കൂട്. ശരിക്കും പറയട്ടെ, നമുക്കിപ്പോൾ ഒരു കോഴി വളർത്തൽ തുടങ്ങുക, ഒരാൾ തുടങ്ങി അതുണ്ടെങ്കിൽ ഒരു 5 കോഴിനെ വെച്ച് തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു 2 അടി ഹൈറ്റും 2 അടി നീളവും 2 അടി വീതിയുള്ള ഒരൊറ്റ കൂട് മതി ഒരു 5 കോഴിനെ വളർത്താൻ. ഒരു 2 കമ്പും വെച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളർത്തിയാൽ മതി. വലിയ കൂടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എണ്ണം കൂടുമ്പോൾ ഒരു 10-20 എണ്ണമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നീളം വീതിയൊക്കെ ഉള്ളൊരു കൂടുണ്ടാക്കുക. ആ കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് കമ്പ് വെച്ച് കൊടുത്ത് തന്നെ ചെയ്യണം. ആ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ വളർത്തണം. അവരതിൽ തന്നെ ഇരുത്തിയിട്ട് വളർത്തണം. അല്ലാതെ നിലത്ത് തന്നെ നിന്നിട്ട് കാഷ്ടത്ത് തന്നെ നിൽക്കണം എന്നുള്ള ആൾക്കാർ ചിന്തിക്കരുത്. മുട്ടക്കോഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലേക്ക് ഇവരുടെ കാഷ്ടത്തിന്. അപ്പോൾ അതിനകത്ത് തന്നെ ചവിട്ടിക്കൂട്ടും. അതായത് ഒരാൾക്കാർ പറഞ്ഞു എൻ്റെ കൂട്ടിലെ കോഴികൾക്ക് എപ്പോഴും അസുഖമാണ്, അതാണ് ഇതാണ്, എന്ത് കൊടുത്തിട്ട് മാറുന്നില്ല, കൂട് വെച്ച സ്ഥലം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ച സ്ഥലത്ത് ചോദിച്ചപ്പം കൂടൊക്കെ വെച്ച സ്ഥലങ്ങൾ കറക്റ്റാണ്. പക്ഷേ അവരെ കൂടിൻ്റെ വീഡിയോ അയച്ചിടാൻ പറഞ്ഞപ്പം താറാവിൻ്റെ കൂട് ഇതിലും വൃത്തി ഉണ്ടാവും. അതാണ് ഈ നെറ്റ് പോലില്ലാത്ത കൂട്, ഫുള്ള് അടച്ചുറപ്പുള്ള കൂട്. അതിനകത്തുനിന്ന് ഈ കാഷ്ടത്തിൻ്റെ സ്മെല്ല് പുറത്ത് പോകാനൊരു വഴിയുമില്ല. പിന്നെ കോഴിക്ക് അസുഖമില്ലാതിരിക്കുമോ? ഇതൊക്കെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല കാറ്റും പൊളിച്ച് എയർ സർക്കുലേഷൻ വേണം, എന്നാലേ കോഴികൾക്ക് വളർച്ച കിട്ടുള്ളൂ. പിന്നെ ഒരു അടിയിൽ പലക പൊളിച്ചാണ്ട് നെറ്റൊക്കെ അടിച്ച്, സൈഡിൽ പലക പൊളിച്ച് നെറ്റ് അടിച്ച്, പിന്നെ അങ്ങനെ എന്താ പറയുക, 99% പ്രശ്നമുള്ള കോഴികൾക്ക് ഇപ്പോൾ 5-10% പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക, ഈ നമ്മളിപ്പോൾ പലക ഫുൾ നെറ്റുള്ള കൂടുണ്ടായി കഴിഞ്ഞാലല്ലോ പുറത്ത് ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ചാക്ക് വെച്ചോ മറിച്ചാൽ മതി രാത്രി. പിന്നെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കുറേ വളർത്തുകയും വേണം, നോക്കാനാവില്ല. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ, ഒരു പുതിയതായിട്ട് എന്തോ തുടങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫൈബറിന് വേണ്ടി പുല്ല് കൊടുക്കാൻ, വാഴപ്പിണ്ടി കൊടുക്കുന്ന. അപ്പം ഇവർ ആദ്യം 2 ദിവസം കൊടുത്തിട്ടോ, പിന്നെ ഒരു ദിവസം കമൻറ്റ് വിളിച്ചിട്ട് മെസ്സേജ് പറയുന്നുണ്ട്, ഈ പുല്ലിറക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുക, അതുകൊണ്ട് ഞങ്ങൾ പുല്ല് കൊടുക്കൽ നിർത്തിയെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ ആ മറ്റുള്ളവരെ കളിയാക്കലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എനിക്ക് എന്താ പശുവിനെയാണോ വളർത്തുന്നത് ആടിനെയാണോ വളർത്തുന്നത് ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ഈ സംഗതികൾ കൊടുത്തില്ലെങ്കിൽ കോഴികൾ ഡെഡാവും, വളർച്ച കിട്ടൂല, വിചാരിച്ച മാതിരി ഇതാവില്ല. പിന്നെ അതിനേക്കാൾ വളർത്താതിരിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് പുല്ലിറക്കാൻ പറ്റില്ല, അപ്പോൾ കോഴി വളർത്താൻ നിർത്തിക്കോളാൻ ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നെ അവർ ചെയ്തിട്ടോ, ചെയ്തപ്പോൾ അതിൻ്റെതായ റിസൾട്ടും കിട്ടി. അതാണ് നമ്മളെ പ്രശ്നം. കളിയാക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടികളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോഴി വളർത്തൽ ഇതാവില്ല. കോഴി വളർത്തുകയും വേണം. ഇതിനൊന്നും പറ്റൂല്ലെങ്കിൽ ഈ പരിപാടി നിർത്തണ്ട. ഇവർക്ക് ഇവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഈ പരിപാടി ചെയ്യാം. അങ്ങനെയുള്ളവർ വിജയിക്കും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വിജയിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവരുടെ ട്രിക്കും കാര്യങ്ങളും പറഞ്ഞില്ല എന്താണെന്നുള്ളത്. ഞാൻ തന്നെ ഒരുവിധം ട്രിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ രീതി ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മളൊരു കോഴിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ രീതിയിലേക്ക് മാറ്റണം. പക്ഷേ അവരുടെ രീതി എന്താണോ അത് അവർക്ക് കൊടുക്കാൻ വേണം. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം. നമുക്ക് എന്താണോ എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക, അവരുടെ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു പരിപാടിയാണ്, നമുക്ക് വിജയിക്കാനും പറ്റും. അതാണ് ഈ നാടൻ കോഴി വളർത്തലിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പം ആ ഒരു രീതിയിൽ എല്ലാവരും കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാവും, കുഴപ്പമില്ല. ഒരുപാട് ആൾക്കാർ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ തന്നെ ഇപ്പം തന്നെ നല്ല വിലയുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ഇട്ടിട്ട്, അതൊക്കെ കുറച്ചൊരു അന്യായമാണ്. ഒരു മാന്യമായ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങാനുണ്ട്, സാധനം ഇതാക്കാനുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു കർഷകനായതുകൊണ്ടല്ല, ഞാൻ ഇത്രത്തോളം വർഷത്തിലേക്ക് വളർത്തിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കണ്ട് കുഴപ്പമില്ല. ഈ രീതി ചിലപ്പോൾ വേറെ ജില്ലക്കാർ ചെയ്താൽ റെഡി ആയിക്കോണമെന്നില്ല. ആദ്യം അവരുടെ കോഴികളുടെ സ്വഭാവ രീതികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ നമ്മുടെ രീതിയിലേക്ക് അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഫുഡേ കഴിക്കാവൂ, ഇന്ന ഫുഡേ കഴിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കഴിക്കൂല. കോഴി നമ്മൾ വാശി പിടിച്ചിരിക്കുക എന്നല്ലാതെ കോഴിക്ക് വേണ്ട മാത്രം കഴിച്ച് കോഴി അവിടെ ഉപയോഗിക്കും. പിന്നെ കോഴികൾക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, മുട്ടയിടയിൽ കുറയും. അതാണ് പ്രശ്നം. ഈ കോഴി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്, അല്ലേ?
അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ആ ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ട് ഒരു നഷ്ടവും വരാത്ത എന്തോരം ആൾക്കാരുണ്ട്. അതാണ് പുറത്ത് കൃഷി, അതായത് കൃഷി ചെയ്യാൻ തന്നെ നമ്മളെ കേരളത്തിൽ കൃഷീൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഫുള്ള് വെറുതെ കൊടുക്കും. അത് നല്ല കാര്യമാണ്, അല്ല എന്നല്ല പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ, അതിൻ്റേതായ രീതിയിൽ ചെയ്യാം. ഞാൻ പറയുമ്പോൾ ആർക്കും ആക്സെപ്റ്റ് ആയിക്കോളണമെന്നില്ല. പക്ഷേ ഇങ്ങനെ നഷ്ടം വന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടില്ലേ, അവരൊക്കെ ഞാൻ ഈ പറഞ്ഞ വേർഡുകളായിരിക്കും ചിന്തിക്കുക, അല്ലാത്തവർക്ക് എന്തും പറയാം. അതാ പറഞ്ഞില്ലേ, എന്താ വെച്ചാൽ ഞാൻ ഈ നാടൻ കോഴി വളർത്തൽ തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ, കുടുംബക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്ത് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതാ പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ അവർ അവിടെ കോഴി എണ്ണ ആയി കഴിയുമ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തരികയല്ല. അതൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്. നമ്മൾ കോഴിനെ കൊടുക്കും, അങ്ങനെ വയ്ക്കുമ്പോൾ അയ്യോ ഇതിപ്പോൾ മുട്ട ഇട്ടുകൊണ്ട് നിൽക്കണ കോഴിയാണ്, അതിനിപ്പോൾ തന്നാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ കോഴിനെ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കോഴിനെ കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കോഴിനെ കൊടുക്കും. ഇത് അടയിരുന്ന് ഫസ്റ്റ് ഉണ്ടാണ് ഒരു 3 കുഞ്ഞുങ്ങളൊക്കെ തരിക. 2 കോഴിനെ കൊടുത്താൽ 3 എനിക്ക് തരിക. അങ്ങനെ ഞാൻ ചെയ്യാറ്. അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് കോഴി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴി മുട്ടയിടാനായിട്ടുണ്ട്. ഞാൻ ആ കോഴി മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടുന്ന് കുഞ്ഞിനെ കൊണ്ടുവരുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കൊടുക്കുക. അതാകുമ്പോൾ ഓർക്കും ബുദ്ധിമുട്ടില്ല. ഒരു വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് അവർക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ ന്യായമുണ്ട്. അതാണ്. മറ്റു ചോദിച്ചു കഴിഞ്ഞാൽ പല ഒഴിവഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തരാതെ വെക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ഇതിലെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ കൃഷി ചെയ്യണവരെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഉള്ളതൊക്കെ അങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ശാസ്ത്രീയമായി ചെയ്യുന്ന ആൾക്കാർക്ക് അറുത്ത് ചെയ്യാമെന്നല്ല, ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ആൾക്ക് നഷ്ടമില്ല. ഈ പുറം രാജ്യത്തൊക്കെ ഫുൾ ആൾക്കാർ അതാ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവിടെയും പ്രാവർത്തികമാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലോണം ലാഭം കിട്ടുന്നുണ്ട്. അതാണ് ചെയ്യേണ്ടത്. നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ കൃഷിയിലേക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സംരംഭങ്ങളൊക്കെ സ്വന്തം ബിസിനസ് തുടങ്ങുന്നതൊക്കെ റിട്ടേൺ വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഗൾഫിൽ പോയ ഒരുവിധ ആൾക്കാരാട്ടോ തോനെയും വരുന്നത്. ഈ ഗൾഫിൽ പോയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫിൽ അവിടെ ചെന്ന് പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വന്തം നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു പെട്ടെന്ന് ചിന്തിക്കുക ആട് വളർത്തലും കോഴി വളർത്തല. അങ്ങനെ ഒരു 100 എന്നല്ല 500 മേലെ ആൾക്കാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട് കോഴി വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഒരു എറണാകുളത്തൊരു വ്യക്തിക്ക് നമ്മൾ ഒരു 50ഓളം പാരസ്റ്റോക്ക് കോഴികളെ തരുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നമുക്കൊരു 30 എണ്ണത്തിനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ 2 മാസമായിട്ടുള്ള കുറേ മുമ്പാണ്. ഇപ്പോൾ കോൺടാക്ട്സും കാര്യങ്ങളില്ല. ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചോട്ടിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ആളാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ആ കോഴിനെ വാങ്ങിയത്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടോ നിങ്ങളെ ഫാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ചെയ്യണ്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ 10 എണ്ണം 20 എണ്ണം നമ്മുടെ നാട്ടിൽ തന്നെ 10, 20, 15 വെച്ചൊക്കെ ഇങ്ങനെ ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്യും. പിന്നെ കുറേ ആൾക്കാർ അത്യാവശ്യം പേർക്ക് ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത്. പിന്നെ പാര വെക്കാതെന്നാൽ മതി, എത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർ പാര വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കോഴിനെ വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മുടെ കോഴിയാണെന്ന് പറയുമ്പോൾ ആ കോഴി മോശമാണ്, ഞാൻ തരാം കോഴീനെ, അത് എൻ്റെ നല്ല കോഴിയാണെന്നുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അറിഞ്ഞ വ്യക്തികളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ആ തന്ന കോഴീൻ്റെ ഉൽപ്പാദനം അതായത് എവിടുന്ന് ഞങ്ങൾ വാങ്ങിയേ ചോദിച്ചു നോക്കൊണ്ടുവന്നു, ഒരു പ്രാവശ്യം ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ചോദിച്ചൊക്കെ പറഞ്ഞ് അവർ എൻ്റെ അടുത്ത് നിന്നെടുത്തുള്ള കോഴിയാണ്. അതായത് എൻ്റെ അടുത്ത് നിന്ന് ഒരു വ്യക്തി എടുത്തിട്ട് ആ വ്യക്തി മറ്റൊരാൾക്ക് കോഴിനെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ മറ്റേ വ്യക്തി ഒരിക്കലും എന്നെ കോണ്ടാക്ട് ചെയ്ത് കോഴിനെ കൊടുക്കാണ്ട് ചോദിച്ചപ്പം ഇത് മറ്റേ ആളറിഞ്ഞപ്പോൾ അയാളുടെ അടുത്തുള്ള കോഴി മോശമാണ്, എന്നിട്ട് നമ്മളെ കച്ചവടം മുട്ടിച്ചിട്ട് ആ 2ാമൻ 3ാമനെ ഡയറക്റ്റ് കച്ചവടം തുടങ്ങി. അപ്പോൾ ഒരിക്കൽ ഞാനിത് അറിഞ്ഞപ്പം ഈ 3ാമനോട് ഞാൻ ചോദിച്ച് ആ 2ാമൻ വാങ്ങി കോഴി, അതായത് അവനെ ഇടുന്ന കോഴിനെ വാങ്ങി തുടങ്ങിയെന്ന് ജസ്റ്റ് നിങ്ങളും ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പം അവൻ ഉത്തരം മുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ എൻ്റെ അടുത്തുനിന്ന് കോഴിനെ വാങ്ങിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ കോഴിയാണ് അവിടെ ഓടുന്നത്, അതേ സാധനം അവിടെ ഓടുന്നപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഒരുപാട് ബിരുദന്മാരുണ്ട് കേട്ടോ. നമ്മൾ അത്യന്തമായി കച്ചവടം ചെയ്യുക, അത്ര തന്നെ. അത് എന്തത്രയാണ് നമ്മൾ നാടൻ കോഴി വളർത്തുന്നതും കോഴി വളർത്തുന്ന 3 രീതി കോഴി വളർത്തുന്നതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ. അപ്പം
ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങാനുണ്ട്. അതായത് നമ്മൾ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക്, അതായത് സ്ഥല സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കൂടും കോഴിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തുകയും കാര്യങ്ങളും ഉണ്ടാവും. അത് ഡെലിവറി ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി തുടങ്ങുന്നുണ്ട്. ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന മാതിരി തന്നെയായിരിക്കും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് കൂടാക്കി മാറ്റാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ ഒരു ചുറ്റിക മാത്രം ഉണ്ടായാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കൂട് വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കാം. അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തിട്ടോ. അതായത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, കൂട് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റിപ്പയർ അതായത് പാർട്സ് ആയിരിക്കും കൂടിൻ്റെ തരിക. അത് നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് ചെയ്യാം. മരത്തിൻ്റെതായിരിക്കും കേട്ടോ. അപ്പം വീട് പുറത്ത് വെക്കാം, തറയിൽ വെക്കാം, എവിടെയും വെക്കാം. എങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റും. ഒരു 5 കോഴിനിടാൻ പറ്റുന്ന ഒരു കൂടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ തുകയും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കോഴി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കോഴി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മൾ പുതിയ തുടങ്ങുന്ന പരിപാടിയാണ്. അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബുക്കിംഗ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സാധനം നമ്മൾ കേരളത്തിൻ്റെ എല്ലായിടത്തും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാനുള്ളൊരു പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഇത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുമ്പിൻ്റെ കൂട് കൊടുക്കുന്നുണ്ട്. അത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. മരത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു വ്യക്തിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അക്കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നാടൻ കോഴിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. നമ്മളതിനുള്ള എന്താ പറയുക ഉത്തരങ്ങളും കാര്യങ്ങളും തരും. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ആളെ ആഡ് ചെയ്യുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ നാടൻ കോഴിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.